ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസൂസ് വേൾഡ്സ്. ഗായ്സ്, ഞാനിന്ന് ഇവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി മമ്മൂസ് ഇൻ്റർവ്യൂ റിയാക്ഷൻസ് ആണ് ഗായ്സ്. സോ നോട്ട് വേസ്റ്റിംഗ് ഫർദർ മോർ ടൈം, ലെറ്റ്സ് ഗോ. നമ്മുടെ സ്വന്തം തൊപ്പിയുടെ സ്വന്തം മമ്മു. നിന്റെ സ്വന്തം എന്ന് പറഞ്ഞാൽ മതി. മാവന്റെ പരി പോലല്ലത്. എല്ലാ ആൾക്കാരും വെറുപ്പിക്കും. അത് പെരുമാറ്റം ഇനി മുതൽ കാണുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. എന്നാൽ അങ്ങനെ ചെയ്ത ഒരു കാര്യം പറ, നാട്ടുകാർ എത്രമാത്രം വെറുപ്പിച്ച് എന്താ ചെയ്തേ? പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയം. ഗൈസ്, ഒരു കമൻറ്റ് വായിച്ചു നോക്കാം. ശരിക്കും ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ആങ്കറിനെ ഒന്ന് പൊട്ടിക്കാൻ തോന്നി. അവളുടെ കുളിസീൻ കാണാൻ വരുന്നവരെയും അവൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമായിരിക്കും. എന്തല്ലേ, അതേപോലത്തെ പ്രോത്സാഹനമല്ലേ മമ്മൂന് ആങ്കർ കൊടുക്കുന്നത്? ജനലിൻ്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് പൊളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിസി. അതാ ജനലിൻ്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് പൊളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിസി. അതാ എന്താ നോർമലൈസ് ആയിട്ടല്ലേ ഒരു കാര്യം പറയുന്നത്? ഇതൊക്കെ IPC സെക്ഷനാണ്, ക്രിമിനൽ കേസാണ് മോനെ. മമ്മൂനെന്നെ അറിയത്തില്ല അവൻ എന്താണ് പറയുന്നത്. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അവനൊരു ബോധം ഇല്ലാതാണ് ഓരോന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഏച്ച് കെട്ടാൻ കൂടെ ഒരു ആങ്കറും. വാവ്, നൈസ്. ടോക്സിക് ആണ് ഇപ്പോൾ ഇഷ്ടം, അല്ലാതെ മാന്യമായി ഇരുന്നാൽ മൊണ്ണ എന്ന് വിളിക്കും. ദിസ് ഈസ് ദ ജനറേഷൻ ഗോയിങ് ഓൺ. എങ്ങോട്ടാ? കൊളക്കടവിലേക്ക്. എന്തിനാ? കുളിസിൻ കാണാൻ. എന്താ ചിരി മോനെ, ചിരിച്ചങ്ങ് മറിക്കുകയാണ് ആ സിസ്റ്ററും കൂടെ ഉള്ള മമ്മു. എന്താ ഇത്? അതാ ഇവിടെ പറയാൻ പറ്റൂലല്ലോ. അവൻ തന്നെ പറയുന്നുണ്ട് അതിവിടെ പറയാൻ പറ്റൂല എന്ന്. എന്നുവെച്ചാൽ മമ്മുവിൻ്റെ മൈൻഡിൽ എന്താണ്, എന്ത് വിളിച്ചു പറഞ്ഞാലും എത്രയും പെട്ടെന്ന് വൈറലാകുക എന്നുള്ള ഒരു ഇതാണ്. തൊപ്പി MRC തൊപ്പീൻ്റെ ആ ഒരു കാറ്റഗറിയിൽ ആ ഒരു പൊസിഷനിൽ എത്തുക എന്നുള്ളതാണ് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്തും വന്നിട്ട് ഇൻ്റർവ്യൂവിൽ വിളിച്ചു പറയാൻ അവനൊന്നും നോക്കത്തില്ല, എന്ത് വേണമെങ്കിലും വിളിച്ചു പറയും. ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാം, ഒരു ക്യൂരിയോസിറ്റി, ആ കാണാനുള്ള ഒരു ത്വര. ഓ എന്താ മോളെ, ആ സിസ്റ്റർ അങ്ങ് സപ്പോർട്ട് ചെയ്തങ്ങ് കൊടുക്കുവാണ്. ആ സിസ്റ്ററിനുള്ള ക്യൂരിയോസിറ്റി നോക്കണം കേട്ടോ. എന്താ നിലവാരം? ആ ആങ്കർ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് 100-200 ഇൻ്റർവ്യൂസ് എടുത്ത ഒരാളാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഷീ ഈസ് സോ എക്സ്പീരിയൻസ്ഡ്. ഗൈസ്, ഷഹാനയുടെ ഒരു കമൻറ്റ് വായിച്ചു നോക്കാം. ഈ ഇൻ്റർവ്യൂ സീൻ കണ്ടപ്പോൾ ഞാനും കരുതിയതാ ഇവൻ ഇത്രയും ഓപ്പണായി വന്നിരുന്ന് പറയുന്നത്. അത് ഇരുന്ന് കേട്ട് ചിരിക്കുന്നതും ഒരു പെണ്ണ്. കഷ്ടം. എല്ലാം റേറ്റിങ്ങിന് വേണ്ടി. ഈ ഇൻ്റർവ്യൂവിനോട് ആദ്യമായി ദേഷ്യം തോന്നിയ സാഹചര്യം. സത്യം ഗൈസ്. അപ്പൊ അതൊക്കെ നോക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? കുളിസീനൊക്കെ ആയാലും മമ്മു ബെസ്റ്റാ. ആങ്കർ ചോദിക്കുകയാണ് ഇതൊക്കെ പിടിച്ചിട്ടുണ്ടോയെന്ന്. അതിൽ ആ മമ്മു പൊട്ടം പറയുകയാണ് അതിൽ മമ്മു ബെസ്റ്റാണ്. എന്തല്ലേ, അതൊക്കെയാ അപ്പൊ ചെയ്തോണ്ടിരുന്നത്. അതായത് ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എൻ്റെ പുറം വേറൊരുത്തനും കൂടെ ഉണ്ടോ. നീയും കൊടുക്കും. അത് ശരി, ഒറ്റയ്ക്കല്ല പോകുന്നത്, ടീമൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇൻ്റർവ്യൂ ഒക്കെ എടുക്കേണ്ടത് നിലവാരമുള്ള ആളുകളെ ആണ്, അല്ലാതെ കണ്ട ഹലവലാദികളെ അല്ല. ദാറ്റ് വാസ് ആക്യുറേറ്റ് കമൻറ്റ്. എന്താണ് ആങ്കർ അങ്ങ് സപ്പോർട്ട് ചെയ്ത് മെഴുകുകയാണ് ഗൈസ്. അവൾക്കാണെങ്കിൽ ഒരു ഉളുപ്പുമില്ല കേട്ടിരിക്കാൻ. ഞാൻ അവനോട് പറയടാ, വെറുതെ നമുക്കൊന്ന് ടൈം പാസ്. നീ ഒറ്റ ഒരുത്തം കാരണം മാനവ മര്യാദക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? അങ്ങനെ കുറേ വീട്ടിൽ പോയിട്ടുണ്ട്. 1-2 അല്ല ഗൈസ്, അവിടെയുള്ള എല്ലാ വീട്ടിലും ഇവൻ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ IPC സെക്ഷനാണ് മോനെ. എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും ഉളുപ്പുണ്ടോ? അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൻ പറയുന്നത് തന്നെ അവനൊരു ബോധമില്ല. അത് കേട്ട് സപ്പോർട്ട് ചെയ്യാൻ ആ ആങ്കറും. എന്താണ്, രാത്രിയാണോ പോവാ?
രാത്രിക്കൊന്നല്ല പകലന്നെ. രാത്രി പകലൊന്നുമല്ല ഗൈസ്. പകലും പോവും രാത്രിയും പോവും, അങ്ങനെയല്ല 24/7. കണ്ണൂർ അധികം വീട് വെച്ചാൽ ഓടിട്ട വീടിന് പുറത്തായിരിക്കും. അവൻ പറയുന്നത് അച്ചടിയാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്തായാലും റിയൽ ആവാനാണ് ചാൻസ്. എന്ന് വെച്ചാൽ പറയുന്നതിൽ തന്നെ ആ ഒരു എന്താ പറയുക, ഒരു ഗുമ്മായിട്ടാണ് അവൻ പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് റിയൽ. ഉള്ളിൽ അധികം ബാത്റൂം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ പുറത്തുനിന്ന് പോയി ഉള്ളു നോക്കും. സത്യസന്ധമായ കാര്യങ്ങളിലുള്ള സമയത്തെല്ലാം നല്ല മൂത്തനാണല്ലേ. എന്റെ ഭഗവതി, ഇവന്റെ സ്വഭാവത്തിന് ഇനി എന്നാണാവോ ഒരു മാറ്റം ഉണ്ടാവും. ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും അതേപോലെ അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. നല്ലത് എന്താണ് ചീത്തത് എന്താണ് അത് തിരിച്ചറിയാൻ നോക്കുക. ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ആ മൈത്താൻ്റെ മോൻ കാണിക്കുന്നതുണ്ടോ? അവൻ എത്ര പ്രായം ഉണ്ടാവും, എത്ര വയസ്സുണ്ടാവും, അവൻ കാണിക്കുന്നതുണ്ടോ? ഇതൊക്കെ ഒരു പ്രൂഫാണ്. ആ ചേച്ചീന് ഒരു സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. ചെവിക്ക് നോക്കി നല്ല കൊടുക്കണമെന്നാണ് അവൻ കാണിക്കുന്നതുണ്ടോ? അതുമല്ല, ആ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ സ്ത്രീകളിരിക്കുന്ന ഒരു സെക്ഷനാണ്. അതിൽ കയറിയിട്ട് ഒരു അമ്മാവൻ കയറി അങ്ങ് ഇരിക്കുക, എന്നിട്ട് അങ്ങ് കാണിക്കുന്ന നോക്ക് ഗൈസ്. ഓ മോനെ, അയാളൊന്നും അറിയാത്ത പോലെ അങ്ങ് അഭിനയിക്കുക. ആ ചേച്ചി ചെയ്ത ആ ഒരു പ്രതികരണത്തിന് ബിഗ് സല്യൂട്ട് ചേച്ചി. വെള്ളം കുപ്പഴം വെള്ളം ഉടുപ്പിട്ടോണ്ട് വന്ന് ഇവിടെ കോപ്പറം കാണിക്കല്ലേ? കാണിക്കല്ലേടാ നീ? നിനക്ക് കാണോ? നിനക്ക് കാണോ? തെളിവെടുത്ത് വെച്ചിട്ടാണ് ഞാൻ എടുക്കണേ സംസാരിക്കുന്നത്. അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ. ഇത്രയും കൊണ്ട് ഒതുക്കിക്കോ. ഞാൻ പറഞ്ഞേക്കാം, സൈക്കിളിന് ഒരു പരിധി ഉണ്ടാ. നീ കയറ്റി എവിടെ കയറ്റും? നീ തുണി അഴിച്ചറിഞ്ഞോ? നിനക്ക് അയച്ചോണ്ടിരിക്കുന്നു. നിനക്ക് ചേട്ടനിപ്പോ ഇതൊരു കുഴപ്പം ശ്രദ്ധിച്ചില്ലേ? ഞങ്ങളെ ശ്രദ്ധിച്ചില്ലേ കേട്ടോ? ഏത് പബ്ലിക് ഫോം ആയാലും ഒരു സംസാരിക്കും സംസാരിക്കണമെങ്കിൽ പെണ്ണുങ്ങൾ വെറും ഊച്ചാലികളായി പോകും കേട്ടോടാ. നീ എന്താ വിചാരിച്ചേ? ഗൈസ്, വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെയുള്ള സറൗണ്ടിങ്ങിനുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് സൈലൻറ്റ്, കാം ആൻഡ് പീസ്ഫുള്ളായിട്ടിരിക്കുക. അവരൊക്കെ അവരുടേതായിട്ടുള്ള ലോകത്താണ് ഇരിക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം ഗൈസ്. അല്ലാതെ ഇങ്ങനെ ഇതേപോലെ സൈലൻ്റായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അവർക്കും അവരായിട്ടുള്ള ഓരോ കാരണങ്ങളുണ്ടാവാം. ബട്ട് ഇതേപോലത്തെ കാര്യങ്ങളിൽ നമ്മളെല്ലാവരും ഒരു കൂട്ടമായിട്ട് തന്നെ അത് സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കേണ്ടത് തന്നെ ചെയ്യണം. വീട്ടിൽ അഴിച്ചുവിട്ടേക്കോണെന്നോ? തന്റെ ഉണ്ടായിട്ടല്ലേ സ്ഥലത്തും പോണത്? സൈക്കിളിൽ പരിധിയുണ്ട്. കുറെ നേരായി കൈ മെത്തയാണോ വെക്കാനായിട്ട്? മെത്തയാണോ? നിന്റെ അമ്മയ്ക്കുണ്ടോ? മെത്തയുണ്ടോ നിന്റെ അമ്മയ്ക്ക്? അതിന്റെ ഭാര്യക്കുണ്ടല്ലോ. നീ ഉറക്കെ കെട്ടി വീട്ടിൽ. ചേച്ചി പറയുന്നതെല്ലാം ഭയങ്കര പവർഫുള്ളായിട്ടാണ് പറയുന്നത്. ഷീ ഈസ് എ സ്ട്രോങ് വുമൻ. ഐ അഗ്രി. ഉണ്ടാവും ചെല്ല്, അല്ലെങ്കിൽ ഉഴിപ്പിക്ക് ചെന്ന് മെത്ത. സൈക്കിളിനൊരു പരിധിയുണ്ട് മോനെ. അത് തള്ളയാലും തന്തയാണെങ്കിൽ. അവൻ പറയുന്നത് കേട്ടോ, പോക്രിത്തരം കാണിച്ചിട്ട് സോറി എന്നൊക്കെ. സോറി കാണിക്കേണ്ട കാണിച്ചിട്ട് സോറി വഹിക്കുന്നോ? എടുത്ത് പിന്നെ വന്ന കനാലുണ്ടോ വിട്ട് എറിയോ നിന്നെ വേണ്ടത്? നീ കാണിക്കുന്ന പ്രവർത്തിക്ക്. ഇപ്പൊ ഞാനൊരു യൂട്യൂബറാ. ഞാൻ എത്ര വീഡിയോ ഇടട്ടെ? നീ അടിച്ചു നോക്ക. അല്ലാന്ന് പ്ലേ ബട്ടൺ കിട്ടൊരു യൂട്യൂബ് ചാനൽ ഞാനിപ്പോ ലൈവ് ഇട്ടല്ലേ. കണ്ട ഗൈസ്, യൂട്യൂബ് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. സോ ഈ ഒരു വീഡിയോ അവരിട്ടാൽ മറ്റുള്ളവർക്കൊരു അവയർനെസ് ആണ് കൊടുക്കുന്നത്. സോ ഇതേപോലത്തെ കാര്യത്തിൽ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുക ചെയ്യുക. നമുക്ക് എപ്പോഴും ഒരു പ്രൂഫാണ് വേണ്ടത്. ആ പ്രൂഫില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ഒരു എന്താ പറയുക, അതിലൊരു വോയിസ് ഉണ്ടാകത്തില്ല. ഇതേപോലെ പ്രൂഫ് ഉള്ളതുകൊണ്ട് ആ ചേച്ചിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒരു പവർ, ഒരു കരുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇപ്പോൾ അവിടെയുള്ള ആളുകളുടെ അടുത്ത് പറഞ്ഞാലും ചിലപ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ഇതായിരിക്കും, പക്ഷേ ഈ വീഡിയോയിൽ തന്നെ ആ ഒരു പ്രൂഫുണ്ട്. സോ ഇതേപോലെ ഈ ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ, ഗ്രോപ്പിംഗ് അങ്ങനെയായിട്ടുള്ള ഒരു ഹറാസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. സോ ഇതേപോലത്തെ അവയർനെസ് വീഡിയോസ് മറ്റുള്ളവർക്ക് വലിയൊരു സേഫ്റ്റി ആയിരിക്കും ഗൈസ്. So hope you got the lessons guys. Thank you for watching guys. Peace and take care. I won't ever let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friend.